വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് അധ്യാപകരുടെ ഫോട്ടോ. ഇത് കാണിച്ച ബിഗ് ടിവിക്ക് സല്യൂട്ട്. ജാതി അധിക്ഷേപം, അപമാനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നേരിട്ടു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർത്തിയ ശേഷമാണ് നിതിൻ രാജ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുള്ളത്. വലിയ ദുഃഖത്തിലാണ് മാതാപിതാക്കൾ, നിതിന്റെ കൂടെ പഠിച്ച ആളുകൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ ഉൾപ്പെടെ. നിതിന്റെ സഹോദരിയുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്നതാണ്, ഒരു സംശയവുമില്ല. കാരണം നിതിൻ രാജ് അവിടെ കടുത്ത ജാതി അധിക്ഷേപം നേരിട്ടു. അത് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ നേരിട്ടു, മറ്റ് അധ്യാപകർക്ക് മുൻപിൽ നേരിട്ടു. അകാരണമായി അപമാനിക്കപ്പെട്ടു, അകാരണമായി വലിച്ചിഴക്കപ്പെട്ടു, അകാരണമായി പിച്ചു ചീന്തപ്പെട്ടു. മനസ്സിന് മുറിവേറ്റിട്ടാണ് നിതിൻ രാജ് സ്വയം ജീവനൊടുക്കിയത്. ഈ രണ്ട് അധ്യാപകർ, നമ്മൾ ആ ചിത്രങ്ങൾ സധൈര്യം കാണിക്കുന്നുണ്ട്. ബിഗ് ടിവിയെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ നല്ല ഏതു വാർത്തയും ആ വിധത്തിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ബിഗ് ടിവിയുടെ നിലപാട്. ആ രണ്ട് അധ്യാപകർ, സസ്പെൻഷൻ നേരിട്ടുള്ള രണ്ട് അധ്യാപകർ, അവർ സമൂഹത്തിൽ എത്ര മാന്യന്മാരായി നിന്നാലും അല്ലെങ്കിൽ മാന്യരായി നിന്നാലും സമൂഹത്തിന്റെ ഏത് കോണുകളിൽ ഉയർന്നു നിന്നു കഴിഞ്ഞാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടതാണ്. കാരണം ഒരു അധ്യാപകനും അല്ലെങ്കിൽ ഒരു അധ്യാപികയും ഒരു കുട്ടിയോടും കാണിക്കാൻ പാടില്ലാത്തതാണ് നിതിൻ രാജിനോട് കാണിച്ചതായി നിതിൻ രാജ് ആരോപിക്കുന്നത്. നോക്കൂ, നിതിന്റെ ആരോപണം എന്നുള്ളത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവന്റെ മരണമൊഴിയാണ്. അവന്റെ മരണമൊഴിയിൽ അവൻ പറഞ്ഞിരിക്കുന്നത് ഈ അധ്യാപകർ തന്നെ വേട്ടയാടി എന്നുള്ളതാണ്, ഈ അധ്യാപകർ തന്നെ അപമാനിച്ചു എന്നുള്ളതാണ്, ഈ അധ്യാപകർ തന്നെ ക്രൂരമായി പിന്തുടർന്നു എന്നുള്ളതാണ്, ഈ അധ്യാപകർ തന്റെ ഭാവി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം ഒരു മനുഷ്യന്റെ മരണത്തിന് മുൻപിൽ ഉണ്ടാകുന്ന ഏതൊരു വാക്കും അതൊരു ആരോപണമായി തന്നെയല്ല, അതൊരു മരണമൊഴിയായി തന്നെ കാണണം. ആ മരണമൊഴി അധ്യാപകർക്കെതിരാണ്. ആ സ്കൂളിന് അല്ലെങ്കിൽ ആ കോളേജിന്, ദന്തൽ കോളേജിന് ഇതിൽ കാര്യമായ രീതിയിലുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അധികൃതർക്ക് ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ അധ്യാപകർ ഈ വിധത്തിൽ നിതിൻ രാജിനെ അപമാനപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴും ഇത് കണ്ടുനിന്ന മറ്റ് അധ്യാപകരില്ലേ, ഉത്തരവാദിത്തപ്പെട്ട കോളേജിന്റെ സ്ഥാപന മേധാവിമാരില്ലേ, കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളില്ലേ? ഇത്തരം ആളുകളെ സംബന്ധിച്ചിട്ടെല്ലാം കൃത്യമായി അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക, അല്ലെങ്കിൽ അത് തടയേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ലായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുകയാണ്.